പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിക്കും. അതാണ് പാട്ടുപാടി പുനഃസമാഗമം. നമുക്കറിയാം ഇന്നിവിടെ ഒരു ദുഃഖമുണ്ട്. ഈ കുട്ടി ബ്രദറും മക്കളും ഒക്കെ കരഞ്ഞ് തന്നെ യാത്ര ചെയ്യണം. ദുഃഖിക്കേണ്ടെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുതെന്ന്. ഇന്നിവിടെ നടക്കാൻ പോകുന്നൊരു യാത്രയപ്പാണ്. അത് എയർപോർട്ടിലെ ആ ഡിപ്പാർച്ചർ പോയിന്റിൽ നിങ്ങൾ ചെന്നാൽ കണ്ണുനീര് കാണും. ജോലിക്ക് പോകുന്നവരും അമേരിക്ക പോകുന്നവരും കെട്ടിപ്പിടിച്ച് കരയും. പക്ഷെ അറൈവൽ പോയിന്റിൽ 1 കൊല്ലം കഴിഞ്ഞ് മടങ്ങി വന്നവരുടെ ഇന്ന് നമ്മൾ പുഷ്പങ്ങൾ വെച്ച് അവരെ വിടുന്നെങ്കിൽ യേശുവിന്റെ കൂടെ ഇവർ പുഷ്പങ്ങളുമായി നമ്മളെ സ്വീകരിക്കാൻ വരുന്ന ദിവസം ഓർത്തൊരു ഹല്ലേലൂയ. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്റെ ശാസ്ത്രം സമ്മതിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ പ്രൈസ് ചെയ്ത് പോവും. അടുത്ത വാക്യം, ഇങ്ങനെ നാമും അവരും ചേർന്ന് എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. നിത്യയുഗങ്ങൾ കർത്താവിനോട് ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു. ഞാൻ അവസാനിപ്പിക്കട്ടെ. ടൈറ്റാനിക് കപ്പൽ തകരുമ്പോൾ അതിൽ 3 കൂട്ടം ആൾക്കാരുണ്ടായി.